ട്രാൻസ്ഫറായി വന്ന 2 അധ്യാപികമാർ എന്നെ കാണുവാനായിട്ട് വന്നു. ആദ്യം ഒരു അധ്യാപിക ഓഫീസിലേക്ക് കടന്നു വന്നു. ആ അധ്യാപിക കുശലപ്രശ്നങ്ങളൊക്കെ നടത്തിയതിനിടയിൽ എന്നോട് ചോദിച്ചു, സാറേ ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ടീച്ചർ ഇതിനു മുമ്പ് പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചർ പറഞ്ഞു, എൻ്റെ സാറേ ഒന്നും പറയണ്ട, ഇതുപോലുള്ള കുരുത്തക്കെട്ടങ്ങൾ അനുസരണയൊന്നുമില്ല, പഠിക്കലോ ഒന്നുമില്ല, വെറുതെ ക്ലാസ്സിൽ വെറുതെ വർത്താനം കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യം അനുസരിക്കുകയില്ല, കുരുത്തം കെട്ടങ്ങൾ, നശിച്ചതങ്ങൾ. ഞാനത് നിങ്ങളെ കൊണ്ട് മടുത്തു, നമുക്കെന്തെങ്കിലും ഉപദേശിക്കാൻ പറ്റുമോ? അതിൽ രക്ഷയുണ്ടോ? ഇതുപോലെ നാശം പിടിച്ചതങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടത്. എൻ്റെ പൊന്നു സാറേ, ഒറ്റ ശ്വാസത്തിൽ ടീച്ചർ ഈ കുട്ടികളുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നീട് രണ്ടാമത് വന്ന അധ്യാപിക എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. ആ അധ്യാപികയും എന്നോട് ചോദിച്ചു, സാറേ ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ അതേ ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, ടീച്ചർ ഇതിനും പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചർ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, നല്ല കുട്ടികൾ, തങ്കപ്പെട്ട കുട്ടികൾ, മാലാഖമാരെ പോലെ അല്ലേ അതുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ. എന്ത് നല്ല കുട്ടികൾ, നല്ല അനുസരണയും സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാറേ ഒന്നും പറയണ്ട, എന്ത് സ്നേഹമെന്നറിയാം കുഞ്ഞുങ്ങൾക്ക്. എപ്പോഴും എന്നാ പറയുക, എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ അതുങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നത്. മാലാഖ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചിരിക്കും, എല്ലാം നന്നായി പഠിക്കും, എല്ലാം നന്നായി എല്ലാവരും അനുസരിക്കും. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നതിൻ്റെ അവസാനത്തെ 5 മിനിറ്റ് ഞാൻ അവരോട് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നീട് കുട്ടികളെല്ലാം വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങോട്ട്, പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ കഥ പറ. അവർ ഓരോ ദിവസവും ഓരോ വിശുദ്ധരുടെ കഥകൾ ക്ലാസ്സിൽ പറയുമായിരുന്നു. ഇത്രയും നല്ല കുട്ടികൾ, എൻ്റെ സാറേ, എൻ്റെ അനുഗ്രഹമായി ഞാൻ കരുതിയാണ്, എൻ്റെ ഒരു ഭാഗ്യമായി കരുതിയാണ് എനിക്ക് ടീച്ചിങ് ഫീൽഡ് കിട്ടിയത്. ടീച്ചർ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ ടീച്ചറിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് പറഞ്ഞയച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അങ്ങനെയാണ് കുട്ടികളും മറ്റുള്ളവർ നമ്മളോടും പെരുമാറുക. നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും അവരെ പറ്റി നല്ലത് പറയുവാനുള്ളൊരു നല്ല മനസ്സ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇന്നേ ദിവസം ഈശോയോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ വിശുദ്ധരുമായിട്ട് പരിചയപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. കൊച്ചു കുട്ടികളോട് നമ്മൾ വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവരിലും വിശുദ്ധിയുടെ വിത്ത് ചെറുപ്പത്തിൽ അവരുടെ മനസ്സിൽ പാകുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സ്വർഗ്ഗ തുല്യമായ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.